ഇടുക്കി ചീയപ്പാറ ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. യാത്രക്കാർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. പ്രദേശത്ത് തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനരാരംഭിച്ചു. വിവരങ്ങൾ നൽകാനായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഗതാഗത തടസ്സം വളരെ രൂക്ഷമായി നിന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. നേര്യമംഗലം ചീയാപ്പാറയിലാണ് മണ്ണിടിഞ്ഞത്. ഇവിടെ പൂർണ്ണമായും ഗതാഗതം ആദ്യഘട്ടത്തിൽ തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് അടിമാലിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഈ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാരുൾപ്പെടെ എത്തുകയും ഈ റോഡിലേക്ക് വീണ കല്ലും മണ്ണുമെല്ലാം നീക്കം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഒറ്റ വരിയിലൂടെ മാത്രമാണ് ഇവിടെ യാത്ര നടക്കുന്നത്. തലനാരിഴയ്ക്കാണ് ഈ വഴിയിലൂടെ പോയിരുന്ന വാഹനങ്ങൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന പ്രധാന പാതയാണ്. അവിടെയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇടുക്കി ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ ഈ ദേശീയപാതയുടെ പല ഭാഗത്തും, മൂന്നാർ മുതൽ വാളറ വരെയുള്ള ദേശീയപാതയുടെ പല ഭാഗത്തും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള ഹെഡ്വർത്ത് ഡാമിന് സമീപത്തായാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ വനമേഖലയിലും നേര്യമംഗലം വനപാതയിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ വൻമരങ്ങൾ കടപുഴകി വീഴാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത പുലർത്തണം. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ കടുത്ത ജാഗ്രത പുലർത്തണം. അനാവശ്യമായ യാത്രകൾ ഈ റോഡിലൂടെ നടത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശവും നിലവിൽ ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ശരി സുമി. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തൂപ്പുഴ സ്വദേശിയും ചുമട്ട് തൊഴിലാളിയുമായ 68-കാരൻ ബഷീറാണ് മരിച്ചത്. നിരന്തരമായുള്ള വന്യമൃഗശല്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. ഇന്ന് പുലർച്ചെ കുളത്തൂപ്പുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്ന ബഷീറിനെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബഷീർ മരിക്കുകയായിരുന്നു. സ്ഥലത്തെ ചുമട്ടുതൊഴിലാളിയാണ് മരിച്ച ബഷീർ. വിവരമറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും എത്താൻ വൈകിയെന്നതാണ് പരാതി. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് വനംവകുപ്പ് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മനുഷ്യ ജീവനേക്കാൾ വില കാട്ടുമൃഗങ്ങൾക്ക് നൽകുന്ന നിയമമാണ് ഈ രാജ്യത്ത് മാറേണ്ടത്. ഈ നിയമം മാറ്റത്തിലൂടെ അല്ലാതെ ഇതിന് സ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാകില്ല. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നിയമ നിർമ്മാണം നടക്കണം. മനുഷ്യ ജീവന് വില ഉണ്ടാകുന്ന ഒരു നിയമം ഈ രാജ്യത്തുണ്ടാകണം. നിത്യം ഇത് തന്നെയാണ്. എന്തോ ചെയ്യാനൊക്കെ ഞങ്ങൾ ഈ പാവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. ഞങ്ങളെയൊക്കെ കയറി വെളിയിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? അയാളാണെ അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു. ബഷീറിന്റെ മൃതദേഹം മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചില്ല. തുടർന്ന് പുനലൂർ DFO ഉൾപ്പെടെ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അപ്പോഴും നാട്ടുകാർ പ്രതിഷേധം തുടർന്നു. ഏറെ നേരത്തെ തർക്കത്തിനൊടുവിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത്. ബഷീറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് പുനലൂർ DFO പറഞ്ഞു. ആദ്യ 5 ലക്ഷം ഉടൻ നൽകും. ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമാകും നൽകുക. കാട്ടുപോസ്റ്റ് കുത്തി ഒരാൾ മരണപ്പെടുകയുണ്ടായി. ബഷീർ എന്ന് 68 വയസ്സുള്ള ബഷീർ എന്നുള്ള ഒരു ഇവിടെ കുളത്തൂപ്പുഴയുള്ള ഒരാളാണ് മരണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നിലവിലെ 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. അതിലെ 5 ലക്ഷം രൂപ ഉടൻ തന്നെ നൽകുന്നത്. ബാക്കിയുള്ള 5 ലക്ഷം രൂപ തുടർ നടപടി സ്വീകരിച്ചു നൽകുന്നതാണ്. ബഷീറിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് വനംവകുപ്പിൽ ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. നിരന്തരമായ വന്യമൃഗശല്യത്തിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ജനം, കൊല്ലം.